കൂടി വന്ന എല്ലാവർക്കും ഈശോയുടെ നാമത്തിലുള്ള സ്നേഹവന്ദനം പറയുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നാമവാക്കുകൾ എല്ലാം കുറയ്ക്കുന്നു. വളരെ ചുരുങ്ങിയ ഒരു വചനമാണ് എന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ പരിമിതികളുണ്ട്. ഞാൻ കത്തോലിക്കയിലായിരിക്കുമ്പോൾ വലിയ കുർബാന, ചെറിയ കുർബാന എന്നിങ്ങനെ രണ്ട് കുർബാനക്രമമുണ്ട്. പെരുന്നാൾ നാളുകളിൽ വലിയ കുർബാനയാണ്. അതുപോലെ തന്നെ മരിച്ചവർക്കുള്ള ഓഫീസ്, ചെറിയ ഓഫീസുണ്ട്, വലിയ ഓഫീസുണ്ട്. വലിയ ഓഫീസ് പറഞ്ഞാൽ കാശുള്ളവർക്ക് കൂടുതൽ പൈസ കൊടുത്താൽ അച്ഛന്മാർ കുറേയൊക്കെ നീട്ടി കുറുക്കി നല്ല പാട്ടൊക്കെ പാടി ഇച്ചുകൂടെ ഒന്ന് നീളത്തിലെത്തി. വളരെ ദരിദ്രരായ ആളുകളാണ് മരിക്കുന്നെങ്കിൽ ചെറിയ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അതിനെ ചെറിയ ഓഫീസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ പെന്തക്കോസ്തിൽ ഇപ്പോൾ നമുക്ക് ചെറിയ കുർബാനയുടെ ഒരു കാലഘട്ടമാണ് പൊതുവെ. അതിൽ തന്നെ ഇന്ന് ചെറിയ ഓഫീസിന്റെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പരിമിതപ്പെട്ടും ഇരിക്കുന്നു. സങ്കടമുണ്ടെങ്കിലും നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചേ മതിയാകും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രസംഗം തുടങ്ങിയാൽ അത് എത്ര നീളം പോകും എന്നുള്ളതിനെ കുറിച്ചും ബോധമില്ല. ചുരുക്കിയാൽ എത്ര ചുരുക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒരു ശരിക്കുള്ള ഒരു അഭ്യാസമില്ല. എങ്കിലും പരിശ്രമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ ചിന്തയ്ക്ക് ആധാരമായി കൊണ്ടുവന്നിരിക്കുന്ന വചനം 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ധന്യനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയോട് ഉള്ള ബന്ധത്തിൽ എഴുതിയെങ്കിലും ഈ അന്ത്യകാലത്ത് വന്നിരിക്കുന്ന നമ്മൾക്കും ഇതിലെ സത്യങ്ങൾ വളരെ ചിന്തനീയമാണ്. പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞാൻ അന്തരീക്ഷത്തിൽ കുസ്തിയുദ്ധം ചെയ്യുന്ന ഒരാളെ പോലെയല്ല, ആകാശത്തിൽ കുത്തുന്ന ഒരു അഭ്യാസിയെ പോലെയല്ല ഞാൻ. അന്നേരം ഒരു അഭ്യാസി, കായികാഭ്യാസം പഠിച്ചിരിക്കുന്ന ഒരു അഭ്യാസി ശത്രുവിന്റെ മർമ്മപ്രധാന ഭാഗങ്ങളിലാണ് പിടിക്കുന്നത്. എന്നാലേ അവനെ തകർക്കാനും അവന് ജയിക്കാനും കഴിയും. ശരീരത്തിൽ മുഴുവൻ മർമ്മങ്ങളാണ്. ആ മർമ്മങ്ങൾ പഠിച്ച ആളുകൾ ആ മർമ്മത്തിൽ പിടിക്കുമ്പോഴാണ് ശത്രു തകരുന്നത്. ഇതുപോലെ പൗലോസ് പറയുകയാണ്, ഞാൻ അത് ചെയ്യാതെ ഏകദേശം ഒക്കുന്നെങ്കിൽ ഒക്കട്ടെ എന്ന് വിചാരിച്ച് അന്തരീക്ഷത്തിൽ പിടിക്കുന്ന ഒരാളെ പോലെ അല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഞാൻ കൃത്യമായ ആത്മീയ മർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് വാടാത്ത കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിൽ എത്തിച്ചേരാൻ, നിത്യതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആമേ ബോധപൂർവം തിരഞ്ഞെടുത്ത വഴികളിലൂടെ ആമേ സ്വതന്ത്രൻ ലക്ഷ്യബോധത്തോടെ ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരു ഭക്തനാണ് എന്നാണ് താൻ ഇവിടെ അവകാശപ്പെടാനായിട്ട് ഇടയാക്കിയത്. ആമേ സ്വതന്ത്രം ചില നാളുകൾക്ക് മുമ്പ് ഞാൻ പത്രത്തിൽ ഒരു ചെറിയ പുസ്തകത്തിൽ, ഇന്ത്യയുടെ പല ചരിത്രങ്ങൾ എഴുതിയ ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കാര്യം എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. നോർത്ത് ഇന്ത്യയുടെ ഗ്രാമത്തിലൂടെ ആദ്യമായി ട്രെയിൻ പാളം ഉണ്ടാക്കി. വളരെ വർഷങ്ങൾ പണിയെടുത്ത് നോർത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലൂടെ റെയിൽ പാളം ഉണ്ടായി. ഒരു ഗ്രാമത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായി. അതിന്റെ ആരംഭം മുതൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ്, ഒരു യുവാവ്, ഒരു യൗവനക്കാരൻ, ആമേശ്വത്രം അതിലിരുന്ന് ആളുകൾ യാത്ര ചെയ്യുന്ന കണ്ടിട്ട് അവനൊരു ആഗ്രഹം തോന്നി, ഇതിലൊന്ന് കയറണമല്ലോ. സ്വത്രം അവൻ സ്റ്റേഷനിൽ ചെന്ന് ആമേശ്വത്രം എന്നും കാത്തു നിൽക്കും, ട്രെയിൻ വരും, കയറാൻ ആമേശ്വത്രം നോക്കുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് അവനെ ചെറുക്കി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഓടിച്ചു വിടും. സ്വത്രം അവൻ പിന്നെയും ആഗ്രഹമാണ്. ഒരു ദിവസം ആ ടിക്കറ്റ് കൗണ്ടറിലെ ചെറിയ ദ്വാരത്തിലൂടെ അവൻ അകത്തേക്ക് നോക്കി പറഞ്ഞു, എനിക്കും ഇതിലൊന്ന് യാത്ര ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് എവിടേക്കാണ് പോകേണ്ടത്? ആമേശ്വത്രം അവൻ പറഞ്ഞു, അതെനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇതിലൊന്ന് യാത്ര ചെയ്യണം. അവർ പറഞ്ഞു, 2 കാര്യമുണ്ട്. ഒന്ന്, ഇതിൽ യാത്ര ചെയ്യുന്നതിന് ഒരു നിശ്ചിത തുക ഇവിടെ അടയ്ക്കണം. 2, ഇതിൽ എവിടെയുള്ള ടിക്കറ്റിലെല്ലാം എഴുതിയിരിക്കുന്ന ഓരോ സ്ഥലങ്ങളുടെ പേരാണ്. അതിൽ ഏത് സ്ഥലത്താണ് നിനക്ക് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ടിക്കറ്റ് തരാൻ പറ്റത്തുള്ളൂ. നിനക്ക് എവിടെയാണ് പോകേണ്ടത്? സ്വത്രാമൻ പറഞ്ഞു, എനിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഇതിലൊന്ന് യാത്ര ചെയ്യണം, ടിക്കറ്റ് എടുക്കാൻ പൈസയുമില്ല. സ്വത്രം എല്ലാ ദിവസവും ഇങ്ങനെ ആ ഒരു ദിവസം പോലീസുകാർ അവനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിനകത്തിട്ടു എന്ന് ഞാൻ വായ്പാടപ്പെടുകയായി. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ ആമെ യാത്ര ചെയ്യുന്ന ആളുകളെ പോലെ ആമേശ്വത്രം അതിന് മുടക്കാൻ ഒരു മുതലുമില്ല. ആമെ പോയി ചേരാൻ ഒരു ലക്ഷ്യവുമില്ലാതെ അനേകം നാളുകളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് ചോദിക്കാവുന്ന ചോദ്യം, നീ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? അവൻ യാത്ര എന്നാണ് തുടങ്ങിയത്? ഇപ്പോൾ എവിടം വരെയായി? ഇനി ദൂരം എത്ര ബാക്കിയുണ്ട്? അവൻ സ്വത്രം വല്ല വിധേയയും മരിച്ചവരുടെ നിന്ന്
ശരീരം വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോടുകൂടി ആയിച്ചേരുവാൻ എനിക്കൊരു ലക്ഷ്യബോധമുണ്ട്. എനിക്ക് അവിടെ എത്തണം. അതുകൊണ്ട് ഞാൻ പിമ്പിലുള്ളതിനെ മറന്ന് അവൻ മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട് പരമവഴിയുടെ രാക്കിലേക്ക് ഞാൻ ആഞ്ഞുകൊണ്ട് ഓടുന്നു. അവൻ സ്വത്രം ഈ ശരീരം വിട്ടുപിരിഞ്ഞാൽ എനിക്ക് എന്റെ അപ്പന്റെ കൂടെ അവന്റെ ഭവനത്തിലായിരിക്കാൻ കാംക്ഷയുണ്ട്. ഞാൻ അതിനായി വ്യക്തപ്പെടുന്നു എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ രണ്ട് കരങ്ങളെ ചേർന്ന് അടിച്ച് അപ്പനെ സ്വന്തം ചെയ്തിട്ട് ഈ യാത്ര എങ്ങോട്ടാണെന്ന് ഒരു ഉറപ്പ് കാണിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന്റെ സ്വന്തം ചെയ്യുക. ഈ അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണം ആളുകൾക്ക് ബന്ധുക്കാർക്ക് എങ്ങോട്ടാണ് അവർ യാത്ര ചെയ്യുന്നത് എന്നൊരു നിശ്ചയമില്ല. എവിടെ വരെ ആയി എന്നും അവർക്കൊരു ബോധ്യമില്ല. എന്നാണ് ഇത് തുടങ്ങിയത്, തുടങ്ങിയപ്പോൾ ഇതിന്റെ ആകത്തുക എന്തായിരുന്നു എന്നുള്ളതും യാതൊരു ബോധ്യവുമില്ല. സ്വത്രം ആമേ സ്വത്രം ചുരുക്കി പറഞ്ഞാൽ വളരെ നിർവീചാരികരായി, സ്വത്രം വളരെ അലക്ഷ്യരായി, ആമേ സ്വത്രം ദൈവത്തോടും ഭയമില്ല, വചനത്തോടും ഭയമില്ല, യാതൊന്നിനോടും കടപ്പാടുകളുമില്ലാത്ത, എങ്ങും എങ്ങും മേത്തുപിടിക്കാത്ത ഒരുതരം ആത്മീയത എന്ന് പറഞ്ഞാൽ കുടയില്ലാതെ മഴയുടെ തുള്ളികളിലൂടെ ഇടയ്ക്കൂടെ നനയാതെ പോകാൻ പറ്റും എന്നുള്ള ഒരു അഭ്യാസം. അതാണ് ആധുനിക ആത്മീയത എന്ന് പറയുന്നത്. സ്വത്രം. എന്നാൽ അവൻ പൗലോസിനോട് ചോദിക്കേ, നിന്റെ ആത്മീയം എന്താണ്? അവൻ പലവട്ടം ആപത്ത്, പട്ടിണി, പൈതാഹം, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, ജയിൽവാസം, അടി നിന്ന ഇതെല്ലാം സഹിച്ചിട്ടും അവൻ സ്വന്തം പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നിട്ടും ജയിൽവാസം അവൻ പലവട്ടം അനുഭവിക്കേണ്ടി വന്നിട്ടും മരണത്തോളം അവൻ തന്റെ ജീവനെ ഒഴുക്കിക്കളയേണ്ട സാഹചര്യം വന്നിട്ടും പൗലോസ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ ഇതിനൊക്കെ തന്നെ കാത്തുപരിപാലിച്ച് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഉറപ്പുണ്ട് എന്ന് ഇന്ന് ആ ഉറപ്പുള്ള ദൈവങ്ങൾ മാത്രം രണ്ട് കരങ്ങളും ചേർത്തടിച്ച് ആഗ്രഹിക്കുന്നത്. ആമേശ്വരം ലോകത്തെ ഏറ്റവും കൂടുതൽ സുവിശേഷം പ്രസംഗിച്ചിരിക്കുന്ന ഒരു ദൈവദാസനാണ് ബില്ലി ഗ്രഹാം എന്ന് പറയുന്നത്. തന്റെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും താൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. താൻ പ്രസംഗിച്ചത്രയും ആരും പ്രസംഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇനി ആർക്കും അത്രയും പ്രസംഗിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുപോലെ നിസ്തുല്യമായ ഒരു സുവിശേഷ ആത്മാവുള്ള ആ മനുഷ്യൻ വാർദ്ധക്യം വളരെ ക്ഷീണിതനായപ്പോൾ തനിക്ക് അൽഷിമേഴ്സ് രോഗത്തിന്റെ ചെറിയ ആരംഭമുണ്ടായിരുന്നു എന്നാണ് പുസ്തകത്തിൽ വായിക്കാനായിട്ടിടയായി. താൻ തന്റെ സംഘടനയുടെ ആമസ്വത്രം ആ ചാർജ് വിടുമ്പോൾ, തനിക്ക് രോഗം തുടങ്ങി, ക്ഷീണാംശം തുടങ്ങി, ആ ചാർജ് വിടുമ്പോൾ അമേരിക്കയിലുള്ള പൗരാവലിയും അവിടുത്തെയുള്ള സഭകളും എല്ലാ സഭകളും ചേർന്ന് തനിക്ക് ഒരു യാത്ര മീറ്റിംഗ് പോലെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു. അന്നിടാൻ വേണ്ടി അദ്ദേഹം ഒരു പാന്റും കോട്ടും ഓവർകോട്ടും ഒക്കെ തയ്ച്ചിരുന്നു. സ്വത്രം. അന്ന് അദ്ദേഹം അവസാനമായി ചെയ്ത ആ പ്രസംഗം മറവിയോടുകൂടി എങ്കിലും വിട്ടുവിട്ടാണെങ്കിലും താൻ ചെയ്തൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ താൻ പറഞ്ഞത്, ബില്ലി ഗ്രഹാം ഇന്ന് ജനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഈ പാന്റ് ഷർട്ടും ഇത് പുതിയതാണ്, ഇന്നാണ് ഇത് ആദ്യമായിട്ട് ഇട്ടത്, ഇത് മീറ്റിംഗിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് ഇട്ടതാണ്, ഇനി ഇത് ഒരിക്കൽ കൂടെ ഇടുകയുള്ളൂ, അത് ഞാൻ ഈ ലോകം വിട്ട് എന്റെ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഈ ഉടുപ്പും ഈ പാന്റും ഈ കോട്ടും എന്നെ ഇടിപ്പിച്ച് വേണം നിങ്ങൾ എന്നെ യാത്രയാക്കാൻ. സ്വത്രം. നോക്കുക, സുദീർഘവർഷം യേശുവിനെ പ്രസംഗിച്ച വാർദ്ധക്യമായി രോഗാവസ്ഥയിലും താൻ പറയുന്നത്, ആമേശ്വരം, ഇനി എനിക്ക് ഒരു യാത്രയും കൂടെ, ആ യാത്ര എന്റെ അപ്പന്റെ ഭവനത്തിലേക്കാണ്, ഒടുവിലത്തെ എന്റെ യാത്ര എന്റെ അപ്പന്റെ ഭവനത്തിലേക്കാണ് എന്ന് താൻ ഒരു വലിയ പൗരാവലിയെ നോക്കി പരസ്യമായി പറയാതെ കൊണ്ടിടയായി. ഞാൻ പറഞ്ഞതിന് താല്പര്യം, പെന്തക്കോസ്തുകാരായ അനേകരും അവൻ പാപത്തിന്റെ, അശുദ്ധിയുടെ, വിളച്ചതയുടെ, അവൻ പൈശാചികതയുടെ പിടിയിൽ അമർന്ന് അവൻ ജഡത്തെ, അവൻ സ്വത്രം അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കാൻ കഴിയാതെ ശരീരത്തെ, അവൻ സ്വത്രം അവൻ തന്റെ ആത്മീയ നിലവാരത്തിനൊത്തവണ്ണം നിലനിർത്താൻ കഴിയാതെ, അവൻ സ്വത്രം പലവിധ മാലിന്യങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് ആരാധനയ്ക്ക് പോലും താല്പര്യമില്ല, സഭാജീവിതത്തിന് താല്പര്യമില്ല, ആത്മീയ വർദ്ധനവിന് താല്പര്യമില്ല. ഏറിപ്പോയാൽ ഒരു സഭാ മെമ്പർഷിപ്പ്, ഏറിപ്പോയാൽ അവൻ ശവക്കോട്ടയ്ക്കുള്ള ഒരു വീതം, അതിനപ്പുറത്തേക്ക് ലക്ഷ്യമില്ലാതെ അവൻ നിത്യതയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതെ അവൻ സ്വത്രം
കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിലും ഒരുവനെ എന്ത് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾക്ക് അറിയുന്നില്ലയോ? ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യും, ഒരുപാട് പേര് ഓട്ടക്കളത്തിൽ ഓടാൻ പ്രാക്ടീസ് ചെയ്യും, ഓടും. പക്ഷേ സമ്മാനം ഒരാൾക്കേ ഉള്ളൂ എന്ന് നീ അറിയുന്നില്ലയോ? സ്തോത്രം. ആമേൻ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് ഓടുന്ന ഓട്ട മത്സരത്തിൽ ഒരാൾക്ക് മാത്രമേ സമ്മാനമുള്ളൂ എന്ന് അറിയുന്നെങ്കിൽ ആ സമ്മാനം എനിക്ക് വേണം എന്ന വാശിയോടെ വർജനമാചരിച്ച് പ്രാക്ടീസ് ചെയ്ത് വളരെ വർഷങ്ങൾ ആമേൻ സ്തോത്രം സ്പോർട്സിലും സ്കൂളിലും ഒക്കെ മത്സരിക്കുന്ന ആളുകളോട് ചോദിച്ചിട്ട് ഒരു ദിവസം ആമേൻ ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനം ഒക്കെ മേടിക്കുന്ന ആളുകളോട് ചോദിച്ചിട്ട് ഒരു ദിവസം രാവിലെ ഉറക്കളച്ചേച്ച് രാവിലെ ഒരു വായിക്കോട്ടാക്കിട്ട് ഒരു കട്ടൻ കാപ്പിയും കുടിച്ചേച്ച് കേറി ചെന്ന് മേടിക്കുന്നതല്ല കിരീടം. ആമേൻ സമ്മാനം മേടിക്കുന്നവൻ മാസങ്ങൾ ആമേൻ സ്തോത്രം രാപകലില്ലാതെ ആമേൻ സ്തോത്രം ആ കളത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. ആമേൻ സ്തോത്രം. പൗലോസ് പറയുന്നു, ആമേൻ ഞാൻ പലരോട് പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. എനിക്കൊരു കിരീടം പ്രാപിക്കണം, എനിക്കൊരു നിത്യത വേണം. അതിന് തടസ്സമാണ് ഈ ശരീരം. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ല ഇത് ചെയ്യുന്നത്. ചെയ്യരുതാത്തത് ചെയ്യാൻ, പറയരുതാത്തത് പറയാൻ, നോക്കരുതാത്തടത്ത് നോക്കാൻ, തൊടരുതാത്തടത്ത് തൊടാൻ അവൻ എന്നെ പ്രലോഭിപ്പിക്കുന്ന എന്റെ ഈ ജഡത്തെ അതിന്റെ രാഗഭോഗങ്ങളോടുകൂടെ ക്രൂശിച്ച് ഞാൻ ദണ്ഡിപ്പിച്ചതിനെ അടിമയാക്കി എന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി അവൻ എന്റെ രക്ഷിക്കപ്പെട്ട എന്റെ അകത്തെ മനുഷ്യനെ നാൾതോറും ബലപ്പെടുത്തി അവൻ ഒരു ദിവസം ഈ മൺകൂടാരം പൊളിഞ്ഞാൽ ആ പൊളിയുന്ന നിമിഷം തന്നെ ഞാൻ എന്റെ അപ്പന്റെ നാട്ടിലേക്ക് പോകാൻ തക്കവണ്ണം എന്നെ ക്രമപ്പെടുത്തി എടുക്കുകയാണെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്ന പരമം അടിച്ച് വായൊക്കെ തുറന്ന് ഒരു സ്വന്തം ചെയ്യണം. ദൈവത്തിന് സ്വന്തം. വിമാനത്തിൽ പോകുന്നവരുണ്ടെങ്കിൽ ആകാശ സ്പേസിൽ യാത്ര ചെയ്യുന്നവർ വളരെ ആളുകൾ അതിനുവേണ്ടിയുള്ള പ്രാക്ടീസുകൾ ചെയ്ത്, ചന്ദ്രനിൽ പോകുന്ന ആളുകൾ അതിനുവേണ്ടി വളരെ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഓക്സിജൻ ഒക്കെ ധരിച്ച് വെള്ളത്തിനടിയിലൊക്കെ മണിക്കൂറുകൾ കിടന്ന് ഓക്സിജൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നാലും നിൽക്കാൻ തക്കവണ്ണം പ്രാക്ടീസ് ചെയ്താണ് ഈ ഭൂഗുരുത്വാകർഷണത്തെ വിട്ടിട്ട് അവർ സ്പേസിലേക്ക് യാത്ര ചെയ്യുന്നത്. സ്വത്രം. ചന്ദ്രനിൽ പോയാൽ ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വരാം, ഭാഗ്യമില്ലാത്തവർ പലരും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. സ്വത്രം. ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വരാം. ആദ്യം പട്ടിയെ വിട്ടു, പിന്നെ മനുഷ്യനെ വിട്ടു, അവൻ പിന്നെ ജോഡിച്ചവളെ വിട്ടു, അങ്ങനെ പലരും വിട്ടു, പലരും തിരിച്ചു വന്നു, പട്ടി തിരിച്ചു വന്നു. പക്ഷേ ഒരു ശാസ്ത്രജ്ഞ, ഒരു സഹോദരി തിരിച്ചു വന്നില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വരാം. സ്തോത്രം. എന്നാൽ ചന്ദ്രമണ്ഡലം വരെ പോയാൽ പോരാ. നമുക്ക് ചന്ദ്രമണ്ഡലം വരെ പോയാൽ പോരാ. ആമേൻ സ്തോത്രം. അതിനും ഉയരത്തിൽ 1000 ഗോളങ്ങൾക്കപ്പുറം, 1000 സൂര്യഗോളങ്ങൾക്കപ്പുറം ഒരിക്കലും തിരിച്ചു വരാത്ത, ഒരിക്കലും മടങ്ങി വരാൻ ആവശ്യമില്ലാത്ത ആമേൻ ദൈവത്തിൽ വിശ്വസിപ്പി, ആമേൻ പിതാവിനെ വിശ്വസിപ്പി. എന്റെ അപ്പന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ പോയി വാസസ്ഥലം ഒരുക്കിയ പിന്നെയും വന്ന് നിങ്ങളെ അവിടെ ചേർക്കേണ്ടതിന് ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ കർത്താവ് ഒരു ദിവസം നിനക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് അടിച്ച് വാതുറന്ന് അല്പനേരം സ്വന്തം ചെയ്ത് ഒരിക്കലും തിരിച്ചു വരാത്ത ആ നിത്യതയിലേക്ക് യാത്ര ചെയ്യോ ഒരുക്കപ്പെട്ട ഞാൻ ദൈവത്തിന് സ്വന്തം ചെയ്യുകയാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത ആ രാജ്യത്തേക്ക് പോകാൻ പൗലോസ് പറയുന്നു, ഞാൻ എന്റെ ശരീരത്തെ അംഗം പുരുന്നൊക്കെ സകലത്തിലും വർജനമാചരിച്ച് ശരീരത്തെ ദണ്ഡിപ്പിച്ചു. എന്ത് ചെയ്യുന്നു? അടിമയാകും. ദണ്ഡിപ്പിച്ച് അടിമയാകും. മാലിന്യമുള്ള ഒരു ശരീരം, അശുദ്ധിയുള്ള ഒരു ശരീരം, തിന്മ പ്രവർത്തിക്കുന്ന ഒരു ശരീരം, ആ ശരീരത്തിന് യേശുവിന്റെ രാജ്യത്തിൽ അവനോടൊപ്പം ജീവിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട
ശരീരത്തെ രാഗമോഹങ്ങളോട് ക്രൂശിക്കപ്പെട്ട് പാപത്തെ മരിപ്പിച്ച് ആത്മാവിന്റെ പുതുക്കത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിത്യതയുടെ നാട്ടിൽ അവനോടൊപ്പം ജീവിക്കാനായി കഴിയൂ. അതുകൊണ്ട് നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയാവുന്നെങ്കിൽ നീ രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ പോയി കിടക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി സ്വർഗത്തിൽ പോകുന്നത് നിനക്ക് നല്ലതാണ്. നിന്റെ രണ്ട് കൈ കൊണ്ടും പാപം ചെയ്ത് നിത്യ നരകത്തിൽ വെന്ത് തീരുന്നതിനേക്കാൾ നിന്റെ ഒരു കൈ മുറിച്ചു കളഞ്ഞിട്ട് അംഗഭംഗമുള്ളവനായി സ്വർഗത്തിൽ പോകുന്നത് നിനക്ക് നല്ലതാണ്. നിന്റെ അവയവങ്ങൾ ഏതാണ് നിനക്ക് ഇടർച്ച വരുത്തുന്നത്? നിന്റെ സ്വഭാവം ഏതാണ് നിന്നെ ഇടർച്ച വരുത്തുന്നത്? നിന്നെ നിത്യതയ്ക്ക് തടയുന്ന ആ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? സ്വത്രം ഈ ദിവസങ്ങളിൽ ലോക മനുഷ്യരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, പാർട്ടികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പരാജയത്തിനുള്ള കാരണം പലരുടെയും മേൽ പഴിചാരി രക്ഷപ്പെടാതെ അവർ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരാജയത്തിന്റെ കാരണം കണ്ടുപിടിക്കുകയാണ്. എന്തിനു വേണ്ടി? അടുത്ത പ്രാവശ്യം ജയിക്കാൻ വേണ്ടി. ഇനി ഈ ഡിസംബറിന്റെ ഒരു പ്രത്യേകത, വലിയ കോടിക്കണക്കിന് ബിസിനസ് ചെയ്യുന്നവർ നഷ്ടങ്ങളുടെയും ലാഭങ്ങളുടെയും കണക്കെടുത്ത് നഷ്ടം വന്നെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു, ലാഭമാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടായി, ആ ലാഭം നിലനിർത്താൻ എന്ത് ചെയ്യണം എന്ന് കണക്കെടുപ്പ് നടത്തുന്ന ദിവസമാണ് ഈ ഡിസംബർ. ഇവിടെ 20-ാം തീയതി തീരുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, നരകത്തിന് യോഗ്യനാക്കുമോ, ഈ നിലയിൽ പോയാൽ സ്വർഗത്തിലെത്താൻ കഴിയുമോ എന്ന് ഒന്ന് കണക്കെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ നിന്നെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിലൂടെ വായിച്ച് ഞാൻ ഈ ചിന്തകൾ നിർത്താനായി ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ എങ്ങനത്തെ ആരാധനയായി? ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, കണ്ടോ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. അപ്പൊ ആളുകൾക്ക് രണ്ട് നിലയിൽ ആരാധിക്കാം. ജീവനും വിശുദ്ധിയും ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ആരാധന ചെയ്യാം. ശരീരങ്ങളെ ദൈവത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മനസ്സിൽ തോന്നുന്നതനുസരിച്ച് ജീവിക്കാം, മനോനിലയ്ക്കനുസരിച്ച് സംസാരിക്കാം, മനസ്സിലും ജഡത്തിലും തോന്നിയതുപോലെയൊക്കെ പറയാം, പ്രവർത്തിക്കാം. പക്ഷേ അത് ബുദ്ധിയില്ലാത്ത ആരാധനയും അതിന്റെ അന്ത്യം നിത്യ നരകവുമായിരിക്കും. എന്നാൽ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് അവന്റെ കൈകാലുകൾ നിനക്ക് പകരം മുറിവേൽപ്പിച്ചത് ഓർപ്പിച്ച് അവന്റെ തലച്ചോറും തലയും അടിച്ചു കീറപ്പെട്ടതും മുൾക്കിരീടം വെച്ചതും ഓർപ്പിച്ച് അവന്റെ തിരുവിലാവ് കുന്തം കൊണ്ട് കുത്തി കീറിയത് ഓർപ്പിച്ച് നിന്നെ ഏത് വിധത്തിലും നിത്യതയിൽ എത്തിക്കാൻ വേണ്ടി അടിയേറ്റവനായി, തകർന്നവനായി, മുൾക്കിരീടമുള്ളവനായി, തുപ്പലേറ്റവനായി, തന്റെ ശരീരം മുഴുവനും ഇഞ്ചിഞ്ചായി ചതച്ച് അവന്റെ ശരീരം നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതുപോലെ നിന്റെ ശരീരം ബുദ്ധിയുള്ള ആരാധനയായി നീ ദൈവത്തിന് സമർപ്പിക്കണം. നിന്റെ ഇന്ദ്രിയങ്ങൾ, നിന്റെ കണ്ണുകൾ, കൈകാലുകൾ, അധരങ്ങൾ, ചുണ്ടുകൾ, ചിന്തകൾ, പാദങ്ങൾ എല്ലാം നീ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കണം. സ്വന്തം ഞാൻ ആ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. And so, dear brothers, I plead with you to give your bodies to God. Let them be a living sacrifice, holy, the kind He can accept. മുറിച്ചു പറയട്ടെ, സഹോദരന്മാരെ, വീണ്ടെടുക്കപ്പെട്ടവരെ, വിശുദ്ധന്മാരെ, ഞാൻ നിങ്ങളെ കാൽ പിടിച്ച് I plead with you, നിങ്ങളോട് ഞാൻ വളരെ ദയനീയമായി താഴ്മയോടെ അപേക്ഷിക്കുന്നത് എന്തെന്നാൽ നിങ്ങളുടെ ശരീരങ്ങളെ ഒരു ജീവനുള്ള ബലിയായി, ഒരു ജീവനുള്ള യാഗമായി, ജീവനുള്ള ഒരു സാക്രിഫൈസായി. ആരാധന ഒരു സാക്രിഫൈസാണ്, ആരാധന ഒരു അർപ്പണമാണ്. ആരാധന ശരീരങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് ഉയർത്തുന്ന, തീയിറക്കി ദഹിപ്പിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം.
എൻ്റെ കുഞ്ഞുങ്ങളെ, എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നീ ജീവിക്കുന്നത് കൊണ്ട് വേറെ ആരെങ്കിലും ഒക്കെ കരയുന്നുണ്ടോ? നീ ഭൂമിയിൽ ജീവിക്കുന്നതുകൊണ്ട് വേറെ ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടോ? നീ കാരണം ആരെങ്കിലും നെടുവീർപ്പെടുന്നുണ്ടോ? നീ ആരെയും സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? ആരോടെയും പരിഹരിക്കാൻ വയ്യാത്ത മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെ ശ്രദ്ധിച്ച് അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് ബഹുമാനം കൊടുത്തവരെ സംരക്ഷിക്കുന്നുണ്ടോ? കടമകൾ ചെയ്യുന്നുണ്ടോ? അതോ നീ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണോ? ഉടമനകൾ ശന്തലേ, അവൻ നീ ആരെയെങ്കിലും ഒക്കെ വെറുപ്പിച്ച്, ആരെയെങ്കിലും ഒക്കെ കരയിപ്പിച്ച്, ആരെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഇടർച്ച വരുത്തി പകയും വിദ്വേഷവും ഭിന്നതയും ദ്വന്ദ്വപക്ഷവും മുഖപക്ഷവും ഒക്കെ പറഞ്ഞ് അവൻ നിന്റെ നിന്നെ മാലിന്യപ്പെടുത്തി അശുദ്ധനാക്കി തീർക്കുന്നെങ്കിൽ നിന്റെ ആരാധന നിർജീവ ആരാധനയും അത് ശാപയോഗ്യവും അത് നരകത്തിന്റെ തീ ഇറങ്ങുന്നതുമാകുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗം നിന്റെ ശരീരത്തെ ഒരു വിശുദ്ധ യാഗമായി ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് എടുത്തു വെച്ചിട്ട് കർത്താവേ, സ്വർഗ്ഗത്തിലെ തീ ഇറങ്ങി എന്നെ ദഹിപ്പിക്കണമേ, ഞാൻ ഒരു വിശുദ്ധനായി തീരേണ്ടതിന്, ഒരു നിത്യതയ്ക്ക് അവകാശിയായി തീരേണ്ടതിന് എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് രാവിലെ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേർ വാതുറക്കുന്നുണ്ട്? രണ്ട് കരങ്ങളിൽ ചേർന്നടിച്ച് അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് കർത്താവേ, ഞാൻ ജീവിക്കുന്നത് നിനക്കൊരു മഹത്വമായി തീരാൻ ഇടയാക്കണമേ എന്ന് വായിക്കുന്നു. Holy the kind he can accept. നിന്റെ ആരാധന ദൈവത്തിന് സ്വീകരിക്കാൻ തോന്നണം. നിന്റെ സ്തോത്രം ദൈവത്തിന് സ്വീകരിക്കാൻ ദൈവത്തിനും കൂടെ തോന്നണം. നമ്മളെല്ലാവരും വന്നിരുന്ന് കൈയടിച്ച് പാടിയാലും ജീവിതത്തിൽ പെശവും രഹസ്യ ജീവിതത്തിൽ പാപവും കുടുംബത്തിൽ കലകവും അരുതാത്തതൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ ആ ആരാധന ദൈവത്തിന് സ്വീകാര്യോഗ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ, ജീവിതം ദൈവം അംഗീകരിക്കുന്നില്ലെങ്കിൽ ആരാധന ദൈവം അംഗീകരിക്കുന്നില്ല. ആരും വിചാരിക്കരുത് എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് 1.5 മണിക്കൂർ വായിക്കോട്ട വിട്ടോ ഉറക്കം തൂങ്ങി നേരം തെറ്റി കഥയുടെ ഇടയ്ക്കൂടെ കയറി ഞെങ്ങി ഞെരുങ്ങി എവിടെങ്കിലും കിട്ടുന്ന താപ്പിന് ഇരുന്ന് പാട്ടുപാടി പോകുന്നതല്ല ആരാധന. അത് IPCയുടെ ആരാധനയാണ്. അതേക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആമേശ്വരം പ്രാഗൽഭ്യമുള്ള ജീവിതമുള്ള കുടുംബത്ത് പ്രാഗൽഭ്യം തെളിയിച്ച, നാട്ടിൽ പ്രാഗൽഭ്യം തെളിയിച്ച, നീ പോയാൽ ആളുകൾ പറയുന്ന ഒരു വിശുദ്ധൻ പോകുന്നെന്ന് പറയുന്ന ജീവിത ക്രമീകരണം ഉണ്ടെങ്കിൽ ആമേശ്വരം അപ്പനെയും അമ്മയ്ക്കും കീഴ്പ്പെട്ടും അവരെ ശുശ്രൂഷിച്ചും ലോകത്തിന് ഇടർച്ച വരുത്താതെ, സഭയ്ക്ക് ഇടർച്ച വരുത്താതെ നിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാണെങ്കിൽ നിന്റെ ആരാധന അംഗീകരിക്കും. ആമേശ്വരം ചുരുക്കി പറഞ്ഞാൽ ഈ ഡിസംബർ മാസം ഒരു കണക്കെടുപ്പിന്റെ മാസമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയാണ്, when you think of what he has done for you, അവൻ നിനക്ക് വേണ്ടി ചെയ്തതിന്റെ ആഴങ്ങൾ ആലോചിച്ചാൽ ഇത്രയെങ്കിലും നീ ദൈവത്തിന് തിരിച്ചു ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണോ എന്നാണ് ഭക്തരോട് ചോദിക്കുന്നത്. കാൽവരിയിൽ പിഞ്ചിഞ്ചായി അവനെ ഇറ്റിറ്റ് വീണ ഓരോ തുള്ളി ചോരയെ കുറിച്ചും നിനക്കൊരു ധാരണയുണ്ടെങ്കിൽ ആ വിലാവിൽ നിന്ന് കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് വായിക്കുന്നു. എന്തുകൊണ്ടാണ് അവിടുന്ന് വെള്ളം പുറപ്പെട്ടത്? ആമേൻ. അതിന്റെ അർത്ഥം, ഇനി എന്നെ കുത്തരുത്, ഇനി എന്റെ ശരീരത്തിൽ രക്തമില്ല, അവസാനത്തുള്ളിയും രക്തവും ഞാൻ തന്നു കഴിഞ്ഞു, ഇനി എന്റെ ശരീരത്തിൽ രക്തമില്ല എന്നാണ്. അവസാനത്തെ തുള്ളി രക്തം കഴിഞ്ഞ് പിന്നെ വെള്ളം പുറപ്പെട്ടു എന്ന് പറയുന്നത്. ആ രക്തത്തിന്റെ വില നീ തിരിച്ചറിയുന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി സഹിച്ച ആ സഹനത്തിന്റെ ഒരു മിനിറ്റിനെ കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നിനക്ക് പാപം ചെയ്യാൻ കഴിയില്ല, അശുദ്ധി കാണാൻ കഴിയില്ല, അരുതാത്തത് നോക്കാൻ കഴിയില്ല, അരുതാത്തത് പറയാനും പറഞ്ഞോട് നടക്കാനും കൂട്ടിപ്പിടിപ്പിക്കാനും അവൻ ചല്ലംപൊട്ടും പറയാനും സഹോദരങ്ങൾക്കിടയിൽ ഇറച്ചു ഉണ്ടാക്കാനും സഭയെ കലക്കാനും നിനക്ക് കഴിയത്തില്ല. അത് നിനക്ക് കഴിയത്തില്ല, കഴിയരുത്. നീ യഥാർത്ഥത്തിൽ മരിച്ചവനാണെങ്കിൽ ആത്മാവിൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവനെന്ന് തന്നെ തന്നെ എണ്ണുന്ന ഒരുത്തന് പാപം ചെയ്യാൻ കഴിയത്തില്ല. അവിടെ വായിക്കുന്നു, ആമേൻ സ്തോത്രം, don't copy the behaviors and customs of this world. ഈ ലോകത്തിന്റെ ബിഹേവിയറും കസ്റ്റംസും ആചാരമര്യാദകളും ഈ ലോകത്തിന്റെ ആചാരമര്യാദകളും ആമേൻ സ്വഭാവങ്ങളും വസ്ത്രരീതികളും ഒന്നും നീ കോപ്പി അടിക്കരുത്. യുവതി മക്കന്മാരോടും കൂടെ എന്റെ മക്കളെ മുൻനിർത്തി പറയാണ്, ആമേൻ സ്തോത്രം, നിന്റെ വസ്ത്രധാരണം കണ്ടാൽ നീ ഒരു ലോക മനുഷ്യനാണെന്ന് തോന്നരുത്. നീ തലമുടി വെട്ടിയിരിക്കുന്നത് കണ്ടാൽ നീ അന്തിക്രിസ്തുവിന്റെ ആളാണെന്ന്
തോന്നരുത്. ആകാശത്തോട്ട് പിന്നെ കൊമ്പ് പോലെ വെച്ച് ഇങ്ങോട്ട് വിരിച്ച് സ്തോത്രം നിന്നെ കണ്ടാൽ ആളല്ലെന്നാ തോന്നുന്നു. എന്നെ പോലൊരാൾ നിന്നെ കാണുമ്പോൾ സാത്താന്റെ സന്തതി പോകുന്നെന്നാ എന്റെ ഉള്ളു പറയും. സ്തോത്രം പിടികിട്ടിയവർക്കായി സ്തോത്രം. കൊച്ചു മക്കളോട് ഞാൻ പറയുന്നു, ലോകത്തുള്ള ഫാഷൻ പരേഡൊന്നും നീ സഭയിൽ കൊണ്ടുവരരുത്. ലോകത്തെ രണ്ട് സൈഡ് കീറിയത് ഇട്ട കാറ്റടിച്ച് ബസ്സേ കയറുമ്പോൾ ആമേൻ കാണുകാത്ത ഭാഗം നാട്ടുകാർ കണ്ട് സന്തോഷിക്കുന്നു. പക്ഷേ ഒരു വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ വരുമ്പോൾ നിന്റെ ശരീരം മുഴുവനായി കവർ ചെയ്ത് നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും ആരും കാണുന്നില്ലെന്നും സാത്താൻ അവിടെ ശ്രദ്ധിക്കുന്നില്ലെന്നും ദൂതന്മാർ നിന്നെ ശ്രദ്ധിക്കുന്നുവെന്നും ഉറപ്പുവരുത്തിയ വസ്ത്രധാരണം കൊണ്ട് നീ ആലയത്തിലേക്ക് വരാൻ പാടുള്ളൂ. ആമേൻ സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ നീ കടന്നു വരുമ്പോൾ do not copy the customs and behavior. ഷാരൂഖ് ഖാന്റെ ഷർട്ടും രജനീകാന്തിന്റെ ഷർട്ടും ഇട്ടുകൊണ്ടല്ലോ നീ ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്. നീ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ശുഭ്രവസ്ത്രധാരിയായി വിശുദ്ധന്മാർക്ക് ചേർന്ന് വന്ന് അവൻ നീ ദൈവത്തെ ആരാധിക്കാൻ വന്ന് നിന്റെ ആരാധന ദൈവത്തിന് യോഗ്യമാണ്. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിങ്ങൾക്ക് പിടികിട്ടി ഞാൻ വിചാരിക്കും. സഹോദരിമാർ ആലയത്തിൽ നിന്ന് പുറകോട്ട് ഇറങ്ങി പോകുമ്പോൾ ആമേൻ സ്തോത്രം നിന്നെ നോക്കിയിട്ട് ഞാൻ മണ്ണി നോക്കി അല്ലെങ്കിൽ കീഴെ നോക്കി നിൽക്കാനുള്ള ഇടപെടൽ നീ ആർക്കും ഉണ്ടാക്കരുത്. ആമേൻ സ്തോത്രം. ബൈബിൾ പറയുന്നു ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം. ബാക്കി നിങ്ങൾ പറ, ഇടർച്ചകൾ വരുത്തുന്നവർ അയ്യോ കഷ്ടം. ഉടമനകൾ ശന്തലെ ഇടർച്ചകൾ വരും, പക്ഷേ അതിന്റെ പ്രതി നീ ആകരുത്. ആമേൻ. വേറെ ആരും ആയിക്കോട്ടെ, നീ ആകരുത്. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഇറങ്ങി വസിക്കുന്നുവെന്നും നീ തിരിച്ചറിഞ്ഞ് ആമേൻ നീ തന്നെ ഒരു വിശുദ്ധ ആലയമായി ദൈവത്തിന് സ്വീകാര്യോഗ്യമായ ഒരു ആരാധനയായി നിന്റെ ശരീരത്തെ നീ ഏൽപ്പിച്ചാൽ ദൈവമേ ഞാൻ നിനക്ക് ഒരു കാര്യം പറയാം. നീ വിശുദ്ധ ജീവിതം ചെയ്ത് മാതൃകാപരമായി ജീവിച്ചാൽ നിന്റെ യഹോവ പട്ടിണി കിടത്തില്ല, നിന്റെ സന്തതി അപ്പം ഇറക്കത്തില്ല. യഹോവ നീതിമാനെ പട്ടിണി കിടുകയില്ലെന്ന് ഉറപ്പുള്ളവർ മാത്രം കരങ്ങളടിച്ച് ദൈവത്തിന് സ്വന്തം ചെയ്യട്ടെ. ഞാൻ അതേ പോകുന്നു. ഒന്ന് രണ്ട് വാക്കുകൂടെ എന്തായാലും നേരെ പോകുന്നു. വിശുദ്ധ ജീവിതം ചെയ്ത് ശരീരത്തെ വിശുദ്ധവും പവിത്രമായി സൂക്ഷിച്ചാൽ നിന്നെ നിത്യരോഗിയാക്കി ദൈവം കിടത്തിയല്ല, നിന്നെ പട്ടിണി കിടിയ, നിന്റെ സന്തതി തേരാപ്പാര നടക്കാൻ എന്റെ ദൈവം അനുവദിക്കുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് the step of the holy man is ordered by the Lord and he will establish him. എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് അർത്ഥമുണ്ട്. ഒരു വിശുദ്ധ മനുഷ്യന്റെ ജീവിതത്തെ പാഠത്തെ കർത്താവ് നിയന്ത്രിക്കും. നിയന്ത്രിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം. മറുവശം പറയാം, ഒരു അശുദ്ധനെയും സംരക്ഷിക്കേണ്ട ചുമതല എന്റെ കർത്താവിനില്ല. ഒരു അരുതാത്തവനെയും പോറ്റി പുലർത്തേണ്ട കാര്യം എന്റെ കർത്താവിനില്ല. ഏപ്രിൽ കഴിഞ്ഞാൽ വിജയം പോലും കിറ്റ് തരത്തിലുള്ള കാര്യം ഓർക്കുന്നവർക്കായി സ്വതന്ത്രം ചെയ്യുന്നു. കാരണം അത് കഴിയുമ്പോൾ ഇലക്ഷൻ തീർന്നു, പിന്നെ കിറ്റിന്റെ ആവശ്യം പിടിക്കുന്നവർക്കായി സ്വതന്ത്രം ചെയ്യും. അപ്പോൾ ജീവിത നിർമ്മതിയോടെ നീ ജീവിച്ചാൽ the step of the holy man, വിശുദ്ധനായ ഒരു മനുഷ്യന്റെ പാദങ്ങൾ കർത്താവ് നിയന്ത്രിക്കും. ordered by the Lord എന്ന് പറഞ്ഞാൽ നിന്റെ പാദങ്ങൾ ജീവിതം എവിടെ ക്രമീകരിക്കണമോ അവിടെ കൊണ്ടെത്തിക്കാൻ ദൈവം കൽപ്പന പുറപ്പെടുവിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ മോന് വേണ്ടി നിന്റെ മോക്ക് വേണ്ടിയുള്ള കൽപ്പന ദൈവം ആരോടെങ്കിലും വിളിച്ചു പറയുമെന്ന് മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തലമുറയെ സ്നേഹിക്കുന്ന മാതാക്കൾ, അപ്പന്മാർ മക്കളെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ വിശുദ്ധ ജീവിതം ചെയ്താൽ മതി. നിന്റെ തലമുറയ്ക്ക് വേണ്ടി he will order to somebody, amen, he will command to somebody, amen. സ്വന്തം അവൻ പലരെ ചിലരെ വിളിച്ചു പറയും, ഇന്നിടത്ത് ഇന്നാരുടെ മകന് വേണ്ടി വഴി തുറക്ക്, അവന് വിസ കൊടുക്ക്, അവന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. തലമുറയ്ക്ക് വേണ്ടി കൽപ്പന കൊടുക്കുന്ന ദൈവം ഈ 2020 കുടുംബത്തിനകത്ത് ഉപവാസം നടത്തി പ്രാർത്ഥനയോടെ ക്രമീകരണത്തോടെ
എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ വലിയ സംരംഭങ്ങൾ, പാലങ്ങൾ, സൂപ്പർ മാളുകളൊക്കെ സിമന്റ് ഇട്ട് പണിത് കമ്പിയിട്ട് ഉറപ്പിച്ച അനങ്ങാതെ നിർത്തുന്നതിന്റെ പേരാണ് എന്ത്? എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ മാറാക്കത്തില്ല. കൊച്ചി മരടിൽ വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കി, പക്ഷെ സ്ഥലത്തിന് പ്രമാണമില്ലാതെ കൈയേറിയത് പുഴ. അതുകൊണ്ട് സർക്കാർ ബോംബ് വെച്ച് എന്ത് ചെയ്തു? സർക്കാർ ബോംബ് വെച്ചതിന്റെ തകർത്ത് കളഞ്ഞു. ടി വിയിൽ നിങ്ങൾ കണ്ടു കാണും, അപ്പാർട്ട്മെന്റുകൾ മണ്ണിനടിയിലേക്ക് പോകുന്നുണ്ടല്ലേ. സ്വതന്ത്രം. അപ്പം എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്ന സ്ഥലവും വിശുദ്ധമായിരിക്കണം. മനസ്സിലായവർക്കായി സ്വതന്ത്രം ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ വിശുദ്ധ സ്ഥലത്ത് നിൽക്കണം. അവന്റെ വായിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. അവന്റെ ശരീരം ദൈവത്തിന് മന്ദിരമായിരിക്കണം. അവൻ ദൈവത്തെ പരിധിയില്ലാതെ ആരാധിക്കുന്നവനായിരിക്കണം. ഉടവകാശത്തെ അവന് വേണ്ടി ദൈവം ഒരു സ്ഥലവും സ്ഥാനവും തെരഞ്ഞെടുത്തവനെ ദൈവം ഉറപ്പിച്ചാൽ പിന്നെ അതിനെ ഇണക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനൊന്നും പറഞ്ഞിട്ട് എനിക്ക് തൃപ്തിയായില്ല. 6 മാസം വെട്ടിക്കട, പിന്നെ 6 മാസം മുറുക്കാൻ കട, അത് കഴിഞ്ഞ് 3 മാസം പെയിന്റിങ്, 4 മാസം വേറെ പരിപാടി, കാറാട് മാസം, നാടാറ് മാസം പറയുന്നില്ലേ. എങ്ങുമില്ല, ഒരിടത്തും ഉറക്കത്തില്ല, ഒരു ലഗാനുമില്ല. വർഷങ്ങളായി ഈ കറുത്ത പുസ്തകം എടുത്തുകൊണ്ട് വർഷങ്ങളായി നടക്കുന്നു. ജീവിതത്തിൽ ഇന്നും ഒരു ഉറപ്പില്ല, നിർണയമില്ല, നിശ്ചയമില്ല. അങ്ങനത്തെ ഒരു രീതി അല്ല. ഞാൻ ആകാശത്തെ ഇടിക്കുന്നവനായിട്ടല്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എനിക്കുമെന്ന് തലമുറയ്ക്കും ഉപനിധിയാണെന്ന് ഉറപ്പുള്ളവർ മാത്രം 2 കരങ്ങൾ ചേർത്തടിച്ച് 2021 ദൈവത്തിനെ ഉറപ്പിക്കട്ടെ. തലമുറയ്ക്ക് വിവാഹം ഉണ്ടാകട്ടെ, ആ തലമുറയ്ക്ക് ജോലി ഉണ്ടാകട്ടെ, ചിലത് പ്രസവിക്കട്ടെ, ചില കല്യാണങ്ങൾ നടക്കട്ടെ, ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നോട് പറയാണ്, don't copy the behaviors and customs of this world, but be a new and different person. നീ ഒരു പുതു മനുഷ്യനും ഒരു വ്യത്യസ്തനുമായ മനുഷ്യനായിരിക്കണം. നീ ഒരു പുതിയ മനുഷ്യനായിരിക്കണം. നീ ഒരു വ്യത്യസ്തനായ ചിന്താഗതിയുള്ള മനുഷ്യനായിരിക്കണം. സ്വത്രം പറയാൻ നേരമില്ല. With a fresh newness in all you do and think. നിന്റെ സകല ചിന്തയിലും പ്രവൃത്തിയിലും നീ ഒരു പുതിയ മനുഷ്യന്റെ രൂപാന്തര ശക്തി വെളിപ്പെടുത്തണം. എന്റെ കർത്താവേ, എങ്ങനെ പറഞ്ഞാൽ ഇത് മനസ്സിലാവും? ചിലർക്കൊന്നും ഒരു ചിന്തയിൽ സിദ്ധി മാറുമെന്ന്, ഈ ദൈവത്തെ സേവിച്ചാൽ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമെന്ന്, പിള്ളേർക്ക് ഒരു നല്ല കാലം വരുമെന്ന് യാതൊരു ചിന്തയും, ഒരു ചിന്തയില്ലാത്തവനെ എങ്ങനെ രക്ഷപ്പെടുത്താനാ? സ്വത്രം ഒരു ചിന്തയില്ലാത്തവനെ എങ്ങനെ രക്ഷപ്പെടുത്തും? ദൈവത്തെ ആരാധിക്കുന്നവന് നല്ല ചിന്തകൾ ഉണ്ടാകണം. ചിന്തയിൽ ഒരു മാറ്റം ഉണ്ടാകണം. ചിന്തയിൽ ദൈവികമായി ചിന്തിക്കണം. പിശാച് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്. ഇന്ന് വരെ നീ ചിന്തിച്ചു തുടങ്ങണം. നീ ചിന്തിച്ചതിലും നനച്ചതിലും ഭാവന കണ്ടതിലും പ്രാർത്ഥിച്ചതിലും ഉപരിയായി ചെയ്യുന്ന ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിക്കണം. നിന്റെ ആരോഗ്യസ്ഥിതി മാറ്റുന്ന, ആമൻ ഞെരുക്കം മാറ്റുന്ന, തലമുറകളെ അഭിവൃദ്ധിപ്പെടുത്തുന്ന, ആമൻ നന്മ കൊണ്ടുവരുന്ന, അഭിവൃദ്ധി കൊണ്ടുവരുന്ന, ഉടവലക ശന്തരെ ഞെരുക്കം മാറ്റുന്ന, ആമൻ ശാപം മാറ്റുന്ന, ആമൻ ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിക്കണം. നീ ചിന്തിച്ചത് വായി ചോദിക്കണം. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കണം. കരങ്ങൾ അടിക്കണം, ആരാധിക്കണം, സ്വോത്രം പറയണം. ഇന്നുവരെ ദൈവത്തെ ആരാധിക്കാൻ വന്നവർ ശക്തിയോടെ മാത്രം സ്വോത്രം ചെയ്ത് 2 കരങ്ങൾ ചേർത്തടിച്ച് അല്പനേരം ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് സ്വോത്രം ചെയ്യുന്നു. ആ ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും പുതുമയുണ്ടാകണം, ദൈവികതയുണ്ടാകണം. ഞാനത് കൂടുതൽ പറയുന്നു. ഞാനിങ്ങനെ ജനിച്ചു പോയല്ലോ, ഇനി എത്ര കാലം ഇങ്ങനെ ജീവിക്കണം? എൻ്റെ ആൾക്കാരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഞാൻ ഇത്രയൊക്കെ വരുള്ളൂ എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. നിന്റെ വായിൽ കൊള്ളാത്ത വിശ്വാസം നീ പറയണം. ചള്ളും പൊട്ടും പറഞ്ഞ് പ്രാഗി നേർന്ന് സ്തോത്രം
സ്വയം ശപിച്ച് നടക്കരുത്. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുക. സ്തോത്രം. ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ഉണ്ടായത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞ് ഡൽഹിയിലുണ്ട്. ആമേ സ്തോത്രം. ഏറ്റവും കൂടുതൽ ആളുകൾ പലായനം ചെയ്ത് പാഞ്ഞോടിപ്പോയി പഴത്തൊലിൽ നിന്ന് വഴി വീണ് മരിച്ച സ്ഥലമാണ് ഡൽഹി. ആ ഡൽഹിയിൽ കർഷക സമരം നടക്കുന്നു. 23-24 ദിവസമായി ഡൽഹിക്ക് ചുറ്റുമുള്ള 3-4 ജില്ലകളിലെ ആളുകൾ മുഴുവനും ഇപ്പോൾ അതിനകത്ത് തമ്പടിച്ച് കിടക്കുന്നു. പിന്നെയും ആളുകൾ വരികയാ. 0 ഡിഗ്രി തണുപ്പിൽ ആമേൻ അവിടെ ഇരുന്ന് സിന്ദാബാ വിളിക്കുന്നു, കൈകൊട്ടുന്നു, ആമേൻ ഒച്ച വെക്കുന്നു. ആമേൻ ജീവിതം തന്നേ പോകത്തുള്ളൂ, ഞങ്ങളുടെ അവകാശങ്ങൾ തന്നേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ഇടുങ്ങി തിങ്ങിയിരുന്ന് കൈയടിക്കുകയും സിന്ദാബാ വിളിക്കുകയും ചെയ്യുന്നവന് കോവിഡ് വീഴിയില്ല. പക്ഷെ ഇന്ന് ജനറൽ ബോഡിയാണെന്ന് പറഞ്ഞിട്ടും പലരും വന്നിട്ടില്ല. കാരണം അവരോട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തുള്ള മുഴുവൻ കൊറോണയും ഇന്ന് ഫിലദൽഫിയ സഭയ്ക്കകത്തവരോട് സാത്താൻ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ ഒരു സാധ്യതയുണ്ടായി. ഹല്ലേലൂയ. പലരും ആമേൻ സ്തോത്രം വില കൊടുക്കാതെ നിത്യതയിൽ എത്തുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിന്റെ വസ്ത്രധാരണ രീതി മാറണം, വർത്തമാന രീതി മാറണം, പ്രവർത്തന രീതി മാറണം. നിന്റെ സ്റ്റൈലൊന്ന് മാറ്റി നീ ഒരു ആത്മീയ ജീവിതത്തിന് നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ ആമേൻ സ്തോത്രം, ആമേൻ നിന്റെ ആരാധനയെ മണത്തു നോക്കുന്ന, നിന്റെ ദൈവത്തിന്റെ ആരാധനയെ മണത്തു നോക്കുന്ന, നിന്റെ ശരീരത്തെ മണത്തു നോക്കുന്ന, ആമേൻ നിന്റെ സ്തുതിയെ സ്തോത്രത്തെ മണത്തു നോക്കി ആമേൻ സംപ്രീതനായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം 2021 ഉടമലക ശന്തരമൗടെ ആവാല ശമ്പവ. ഞാൻ ആരായി പറയട്ടെ, ഈ 20-ാം തീയതി മുതൽ എന്താണ് നിന്റെ പരാജയത്തിന്റെ കാരണമെന്ന് നീയും കുടുംബമായി ദൈവസന്നിധിയുടെ വീട്ടിനകത്തുനിരി. എവിടാണ് പെസകെന്ന് കണ്ടുപിടി. എന്തുകൊണ്ടാണ് ഈ അധപ്പതനമെന്ന് ചിന്തിക്ക്. എന്തുകൊണ്ടാണ് ഈ തകർച്ചയെന്ന് ചിന്തിക്ക്. ഈ കറുത്ത പുസ്തകം എടുത്തിട്ട് എത്ര വർഷമായെന്ന് ആലോചിക്ക്. ആമേൻ സ്തോത്രം. എന്നിട്ട് നീ തന്നെ പറ, ആത്മാവിൽ ഒരു വിടുതലിനുള്ള സമയമായി. എല്ലാവരും വാദം പറഞ്ഞേ, ഒരു വിടുതലിനുള്ള സമയമായി, ഒരു സൗഖ്യത്തിനുള്ള സമയമായി, ഒരു ഉദ്ധാരണത്തിനുള്ള സമയമായി പറഞ്ഞേ. പിശാച് കേൾക്കട്ടെ. ആമേൻ തലമുറക്ക് ഒരു വിടുതലിനുള്ള സമയമായി വിളിച്ചു പറഞ്ഞേ. ഒരു ഉദ്ധാരണത്തിനുള്ള സമയമായി, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി, സമയമായി വിളിച്ചു പറഞ്ഞ സമയമായി. ഉറപ്പുള്ളവർ കരമടിച്ച് ഓർമ്മ ദൈവത്തിന് സ്വന്തം ചെയ്ത് ശക്തിയോടെ ചില നിമിഷങ്ങൾ ദൈവത്തെ ആരാധിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. അവൻ വീണാലും നിലം പരിചാകയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സൂക്ഷ്മതയോടെ ധ്യാനിച്ചും എനിക്ക് മനസ്സിലായി. വിശുദ്ധ ജീവിതം ചെയ്യുന്ന ഭക്തനും വീഴ്ചകൾ വരാം. ശത്രു അവനെ ശക്തിയോടെ തള്ളി എന്നിരിക്കാം. കടബാധ്യത വരാം, രോഗം വരാം. അവൻ പക്ഷേ നീ തറയിൽ തല്ലി തകർന്നു പോകാതെ നിന്റെ വീഴ്ചയുടെ അങ്ങേയറ്റം കാണാൻ ശത്രു ആഗ്രഹിക്കുമ്പോൾ അതിനു മുമ്പേ എന്റെ ദൈവം നിന്നെ കരം പിടിച്ച് നിന്നെ ഉയരത്തിലേക്ക് ഉയർത്തി. അവൻ നിന്ദിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ, അടപ്പതനം കാണാൻ കൊതിച്ച ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവത്തിന്റെ കരം കഴിഞ്ഞ നാളുകളിൽ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ തകരാതെ നിന്നത്, അതുകൊണ്ടാണ് തകരാതെ പോയത്. ആ ദൈവം 2021 മഹത്തായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ കരമടിച്ച് ഓർമ്മ അത്ഭുതം ദൈവത്തിന് സ്വന്തം ചെയ്യട്ടെ. ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. നമ്മൾ സേവിക്കുന്ന ഒരു അസാധാരണ ദൈവമാണ്. പല ആളുകൾ എന്നോട് പലപ്പോഴും സംസാരിക്കാറുണ്ട്, പക്ഷേ ബാത്റൂമിൽ തലയടിച്ച് വീണു, കുറച്ചു നാൾ കിടന്നു, രോഗിയായി മരിച്ചു, വണ്ടി ഇടിച്ചു, മുട്ട്. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവൻ പറഞ്ഞു, മുട്ട് അതിന്റെ അകത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായി, ആശുപത്രിയിലായി, ജീവിതം പ്രശ്നം. എത്ര നേരം വേണം ദൈവമക്കൾ ഒരു ജീവിതം തകർന്നു പോകാൻ? എത്ര മിനിറ്റ് വേണം? ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, മരണവും നീയുമായി എത്ര അടുത്ത നിമിഷങ്ങളുണ്ട്. കഴിഞ്ഞ കാലത്ത് നിന്ന് ആലോചിച്ചു നോക്കി. ഞാൻ ഇവിടെ ആത്മാവിൽ കാണുകയാണ്, മരണദൂതന്റെ കയ്യിൽ പെട്ടിട്ട് തീർന്നെന്ന് പറഞ്ഞ പല അമ്മമാർ, പല സഹോദരിമാർ, പല ജീവിതങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഉടവലക്ഷത്തിലെ
അതുകൊണ്ട് ഇവിടെയുള്ള യൂത്തിനോടും അമ്മമാരോടും അമ്മച്ചിമാരോടും എല്ലാം ഞാൻ പറയാ, വണ്ടി ഇല്ലാത്തവരുടെ ഭാഷ ആരാധനയ്ക്ക് വരാത്തെന്ന് പറയരുത് കേട്ടോ. നിനക്ക് നടക്കാൻ കൃപ തന്നാൽ നീ 15 കിലോമീറ്റർ നടന്നു വന്ന് ആരാധിച്ചിട്ട് പോണം. നീ ക്രമമായി ദൈവത്തെ ആരാധിച്ചാൽ വചനം പറയുന്നു, യഹോവയുടെ ദിവസത്തെ വിശുദ്ധമെന്നും അവന്റെ സബത്തിനെ വിശുദ്ധമെന്നും എണ്ണി നിന്റെ പാദത്തെ തമ്പുരാന്റെ കരങ്ങളിൽ കൊടുത്ത് നിന്റെ ജോലിക്ക് പോകാതെ യഹോവയുടെ ആലയത്തിൽ ചെന്ന് അവനെ ജീവനോടെ ഭക്തിയോടെ ആരാധിച്ചാൽ അവൻ നിന്നെ കീഴ്ഗതിയിൽ കൊണ്ടുപോയി കെട്ടുവന്നല്ലോ, ഉന്നതങ്ങളിൽ വാഹനമേറി ഓടുവാറാക്കും. ഈ സഭയിൽ ഇനിയും പുതിയ വാഹനങ്ങൾ വരും, പുത്തൻ വണ്ടികൾ വരും, പുതിയ വിവാഹങ്ങൾ നടക്കാൻ പോകുന്നു, പുതിയ കുഞ്ഞുങ്ങൾ വരും, പുതുവർഷം പുതുമകളോടെ സഭയെ ദൈവം മാനിക്കുമെന്ന് ഉറപ്പുള്ളവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഭക്തന്മാരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ വണ്ടി മേടിച്ചത്? ഭക്തന്മാരോട് ചോദിച്ചു, നിന്റെ മക്കളെ എങ്ങനെ വളർത്തിയ കെട്ടിച്ചത് ചോദിച്ചു. അവരെല്ലാം പറയും, ആരാധിച്ച് കാര്യസാധ്യത്തിന് വേണ്ടി അല്ല ആരാധിക്കണ്ട കേട്ടോ. ആരാധിക്കേണ്ടത് ഇതുവരെ കിട്ടിയതിനു വേണ്ടി നന്ദി പറഞ്ഞ ആരാധിക്കും. ഇതുവരെ ജീവിക്കാൻ അനുവദിച്ചതിന് വേണ്ടി നന്ദി പറയണം. വണ്ടി കീഴിൽ രക്ഷപ്പെടുത്തി നിനക്ക് ഷുഗർ ഉണ്ടെന്ന് പറയരുത്. കേട്ടോ, മാരക മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് ചെറിയ രോഗത്തിന്റെ കാര്യം പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ചില ആളുകൾക്കുണ്ട്, പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ സോഡാ കോപ്പിക്കലെ വട്ടമിറങ്ങിയ പോലെ എല്ലാം തീരും. എടാ, നിന്നെ കൊണ്ടുവന്ന വഴിയൊന്ന് ആലോചിച്ച് നോക്കി. ഏത് പാതാളക്കുഴി കിടന്നിട്ടാ നീ ഇന്ന് ഇവിടെ ഇരിക്കുന്നേ? എത്ര വലിയ ദുർഗതിയിലാ ദൈവം നിന്നെ രക്ഷിച്ചത്, എത്ര വലിയ മരണത്തിനെ രക്ഷിച്ചത്. ഇത്ര വലിയ രക്ഷയെ നാം അഗണ്യമാക്കരുത്. അതുകൊണ്ട് കിട്ടിയതിന് നന്ദി പറഞ്ഞ് ആരാധിക്കണം, കിട്ടാത്തതിന് നന്ദി ലഭിക്കാത്തതിന് കംപ്ലൈന്റും പറയരുത്. നിലവിലുള്ള സങ്കടങ്ങൾക്കായി നീ സ്തോത്രം ചെയ്യണം, നിലവിലുള്ള രോഗത്തിനായി നീ സ്തോത്രം ചെയ്യണം. ഇന്ന് ഒരു മർമ്മം ഞാൻ പറയാം, നിലവിലുള്ള രോഗത്തിന് വേണ്ടി നീ സ്തോത്രം ചെയ്ത് ആരാധിച്ചാൽ നീ അറിയാത്ത സമയത്ത് ഉറക്കത്തിൽ ആ രോഗത്തിന്റെ ശരീരം വിട്ടുപോകും. വിശ്വസിക്കുന്നവരുടെ കരമടിച്ച് സ്തോത്രം അതുകൊണ്ട് ഇന്നത്തെ പരിമിതമായ സമയത്ത് ലഭിച്ച വചനം ഞാൻ ശക്തിയോടെ പറയുകയാണ്. കണക്കെടുപ്പിന്റെ ദിവസങ്ങളായിക്കോട്ടെ, അടുത്തുള്ള നിമിഷങ്ങൾ വ്യക്തിപരമായി ദിവസത്തിൽ ഇരിക്കാൻ, ഭവനങ്ങളിൽ പാവിരിക്കാൻ, പായില്ലെന്ന് ഉടനെ ആവത്തിൽ പറയുന്ന പായില്ല. നന്നായിട്ട് മുണ്ട് വിരിക്കണം. പായില്ലെങ്കിൽ മുണ്ട് വിരിച്ച് ബാധിക്കും. ആ മുണ്ടിൽ നിന്ന് എഴുന്നേൽക്കും നിനക്ക് പുത്തം മുണ്ടും പോകും എല്ലാം ദൈവത്തിൽ. ഈ അടുത്ത ചില ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവൈ, മറ്റെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിവൈ. അടുത്തൊരു 10 ദിവസം ദൈവത്തോടൊപ്പം ചെലവഴിക്കുക. ദൈവം നിന്നെ അതിശ്രേഷ്ഠമായ